ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മൂവാറ്റുപുഴയിലും SIT പരിശോധന. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്ന അന്തരിച്ച അജികുമാറിന്റെ പെരളിമറ്റത്തെ വീട്ടിലും കുടുംബവക കാവിലും പരിശോധന നടന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പരിശോധന. ദ്വാരപാലക ശില്പപാളികൾ അജികുമാറിന്റെ കുടുംബക്കാവിൽ കൊണ്ടുവന്ന് പൂജിച്ചിരുന്നു. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 2019 സെപ്റ്റംബർ 11-നാണ് ദ്വാരപാലക ശില്പപാളികൾ കാവിൽ കൊണ്ടുവന്ന് പൂജിച്ചത്. അന്ന് രാവിലെ 11 മണി മുതൽ അടുത്ത ദിവസം പുലർച്ചെ 3 വരെ പൂജകൾ നീണ്ടു. അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാറും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ദ്വാരപാലക പാളികൾ ഇവിടെ എത്തിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. വീട്ടിലും കുടുംബകാവിലുമായിരുന്നു പരിശോധന. പാളികൾ കൊണ്ടുവന്നതിന് പ്രതിഫലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 35 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വ്യവസായി അജികുമാർ കോവിഡ് കാലത്താണ് മരണപ്പെട്ടത്. 2 മണികൾ ശബരിമലയിലേക്ക് 2017-ൽ അജികുമാർ നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർഷിപ്പിനായി സമീപിച്ചിരുന്നത്. മണികളുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അജികുമാർ പരിചയപ്പെട്ടത്. വാതിലിനും സ്വർണ്ണപ്പാളികൾക്കും പണം നൽകിയോ എന്നതിൽ വ്യക്തതയില്ല. ജനം, കൊച്ചി.